എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ വീഡിയോയിലൂടെ നാം കവർ ചെയ്യുന്നത്. വളരെ പരിശുദ്ധമായൊരു മാസത്തിലൂടെയാണ് മുസ്ലിം സമൂഹം കടന്നു പോകുന്നത്. ഏകദേശം പകുതി മാസം കഴിഞ്ഞുപോയി. എന്താണ് നോമ്പ് ഒരു മനുഷ്യൻ്റെ മാനസിക ആരോഗ്യത്തിന് പ്രദാനം ചെയ്യുന്നത് എന്നൊരു വിഷയമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. 160-ലധികം പഠനങ്ങൾ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. അതിൽ നിന്നും നാം മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട അറിവുകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് എൻ്റെ ഉദ്ദേശം. നോമ്പ് സാധാരണ ഒരു മനുഷ്യന് മാനസികമായി പല തലങ്ങളിലും അവനെ സ്വാധീനിക്കാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അവൻ്റെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് അഥവാ ബുദ്ധിപരമായ ചിന്താശേഷികളെ അത് സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അവൻ്റെ അറ്റൻഷൻ വർദ്ധിപ്പിക്കും, അഥവാ ശ്രദ്ധ കൂട്ടും, ഏകാഗ്രത കൂട്ടും, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കും, ഒരു കാര്യം ഭംഗിയായി പൂർത്തീകരിക്കാനുള്ള എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് അഥവാ ഒരു കാര്യം പൂർത്തീകരിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കും, ഓർമ്മശക്തി വർദ്ധിപ്പിക്കും. ഇങ്ങനെ ഒരു സാധാരണ മനുഷ്യൻ്റെ ബുദ്ധിപരമായ മേഖലകളിൽ ഫാസ്റ്റിംഗ് സ്വാധീനിക്കുന്നു എന്ന് പല പഠനങ്ങളും നമ്മെ തെളിവോടുകൂടി പഠിപ്പിക്കുന്നുണ്ട്. ഇനി മാനസിക ആരോഗ്യ രംഗത്തേക്ക് നാം വരികയാണെങ്കിൽ, ഒരു സാധാരണ മനുഷ്യന് സ്ട്രെസ് അഥവാ പ്രതിസന്ധികളെ നേരിടാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതായി പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അവന് സ്ട്രെസ്സിനെ അതിജീവിക്കാനുള്ള അവൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കും, സ്ട്രെസ് ടോളറൻസ് വർദ്ധിപ്പിക്കും. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങൾക്ക് കാര്യമായ കുറവുണ്ടാകുന്നുണ്ട് ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത്. അഥവാ അവനുണ്ടാകുന്ന ഉത്കണ്ഠ, ആകാംക്ഷ, വേവലാതി ഇവയിലെല്ലാം കാര്യമായ കുറവ് സാധാരണ മനുഷ്യരിൽ കാണുന്നു എന്ന് പഠനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കണം, ഉറക്കിനെ സംബന്ധിച്ച് വിപരീതമായൊരു റിപ്പോർട്ടുകളാണ് കാണുന്നത്. 57% സാധാരണ മനുഷ്യരും ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഉറക്കം പൂർണ്ണമാകുന്നില്ല എന്ന് റിപ്പോർട്ടുകളുണ്ട്. 13% ആളുകൾ മാത്രമാണ് ഉറക്കം മെച്ചപ്പെടുന്നു എന്ന റിപ്പോർട്ടുള്ളത്. ഇതൊരു സാധാരണ മനുഷ്യൻ്റെ മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതുവരെ നാം ചർച്ച ചെയ്തത്. ഇനി നാം ചർച്ച ചെയ്യുന്നത് മാനസിക രോഗമുള്ള ആളുകൾക്ക് നോമ്പ് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. മാനസിക രോഗങ്ങൾ 2 തരത്തിലുണ്ട്: ഗൗരവമേറിയ രോഗങ്ങളും ഗൗരവം കുറഞ്ഞ രോഗങ്ങളും. ഗൗരവം കുറഞ്ഞ രോഗങ്ങളായ ഉത്കണ്ഠാരോഗം അഥവാ ആങ്സൈറ്റി ഡിസോർഡർ, വിഷാദരോഗം അഥവാ ഡിപ്രഷൻ, ഇങ്ങനെയുള്ള ഫോബിയ പോലെയുള്ള ഈ രോഗങ്ങളിൽ നോമ്പിൻ്റെ സമയം അവർക്ക് ആശ്വാസകരമാണ് എന്ന് പല റിപ്പോർട്ടുകളും പഠനങ്ങളും നമ്മോട് പറയുന്നുണ്ട്. ഉത്കണ്ഠയുടെ കാര്യത്തിലാണെങ്കിൽ, ആങ്സൈറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ 9 പഠനങ്ങളിൽ 6 പഠനങ്ങൾ കൃത്യമായി ഉത്കണ്ഠയുടെ അളവ്
നോമ്പ് മാസത്തിൽ കുറയുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡിപ്രഷൻ്റെ കാര്യത്തിൽ 9 പഠനങ്ങളിൽ 8 പഠനങ്ങളും ഡിപ്രഷൻ്റെ അളവ് കുറക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫോബിയ കാര്യമായി കുറയുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. വ്യക്തമായ പഠനങ്ങളുടെ എണ്ണം പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഉത്കണ്ഠയുടെയും വിഷാദത്തിൻ്റെയും കാര്യത്തിൽ നോമ്പിന് കാര്യമായ കുറവ് വരുത്താൻ സഹായിക്കുന്നുണ്ട്. എൻ്റെ അനുഭവത്തിൽ പല രോഗികളും ഈ സമയങ്ങളിൽ മരുന്ന് പകുതിയിലധികം കുറക്കുന്നതും തുടർന്നുള്ള മാസങ്ങളിൽ ചിലപ്പോൾ കൂട്ടേണ്ടി വരികയും പലർക്കും കുറഞ്ഞ അളവിൽ തന്നെ നിലനിർത്താൻ കഴിയുകയും ചെയ്യുന്നതായി ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. അത് എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കണം, ചെറിയ മാനസിക രോഗങ്ങൾക്ക് നോമ്പ് അഥവാ ഫാസ്റ്റിംഗ് ഒരു പ്രതിവിധിയാണ് എന്ന് നാം മനസ്സിലാക്കണം. വലിയ രോഗങ്ങൾക്ക് നോമ്പ് എപ്പോഴും നാം വളരെ ഗൗരവത്തോടുകൂടി എടുക്കേണ്ട ഒരു കാര്യമാണ്. ബൈപ്പോളാർ ഡിസോർഡർ അഥവാ മൂഡ് ഡിസോർഡർ, അതിൽ മാനിയ ഉന്മാദ രോഗങ്ങൾക്ക് ഒരു 40% രോഗികളിൽ നോമ്പ് അവരുടെ രോഗം പുനരാരംഭിക്കാൻ വീണ്ടും ഉണ്ടാകാൻ കാരണമാകാറുണ്ട്. അവർ മരുന്ന് കൃത്യമായി കഴിക്കുമ്പോൾ പോലും തുടർച്ചയായി നോമ്പ് നോക്കുമ്പോൾ അവരുടെ രോഗം പുനരാരംഭിക്കുന്നത് നാം പലരിലും കാണാറുണ്ട്. ഏകദേശം ഒരു 40% ആളുകളിൽ. ഗൗരവമുള്ള സൈക്കോസിസ് പോലെയുള്ള മാനസിക രോഗങ്ങളിൽ പുനരാരംഭനം കുറവാണെങ്കിലും ചില ആളുകൾക്ക് നോമ്പ് പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ട്. ഇനി എന്തുകൊണ്ടാണ് നോമ്പ് ആ മാനസിക ആരോഗ്യത്തെ സ്വാധീനിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, ഒന്ന് ആത്മീയമായ വശമാണ് ഒന്നാമത്തേത്. സ്പിരിച്വാലിറ്റി നോമ്പിൻ്റെ സമയത്ത് അഥവാ ആത്മീയത വർദ്ധിക്കുന്നത് കൊണ്ട് അവർക്ക് ഉത്കണ്ഠയുള്ളവർക്കും വിഷാദമുള്ളവർക്കും അത് ഒരു അനുകൂല പ്രതിഭാസമായി മാറുന്നു. എന്നാൽ ഗൗരവമുള്ള രോഗങ്ങൾക്ക് അഥവാ ബൈപ്പോളാർ ഡിസോർഡറിന് അതൊരു പ്രതികൂല പ്രതിഭാസമായി മാറുന്നു. രണ്ടാമത്തെ കാരണം സാമൂഹികപരമായ കാരണങ്ങളാണ്, അഥവാ സോഷ്യൽ കോസസ്. നോമ്പിൻ്റെ സമയത്തുള്ള ഒത്തുചേരൽ, പരസ്പരമുള്ള സംഘടിതമായ പ്രവർത്തനങ്ങൾ, ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് തോന്നിക്കാൻ പര്യാപ്തമാകും വിധം ഉണ്ടാകുന്ന സാമൂഹികപരമായ ഇടപെടലുകൾ, മറ്റുള്ളവരുടെ സഹായം, സാമ്പത്തിക ഞെരുക്കങ്ങൾക്ക് അയവ് വരുന്ന സമയം, ഇതൊക്കെ തന്നെയും അവരുടെ ഉത്കണ്ഠയും വിഷാദവുമൊക്കെ കുറക്കാനും കൂടുതൽ ആത്മസംതൃപ്തിയും സന്തോഷവും ഉണർവും ഉണ്ടാകാൻ കാരണമാകുകയും ചെയ്യുന്നു. മൂന്നാമതായി സൈക്കോളജിക്കൽ റീസണാണ്, അഥവാ മാനസികപരമായിട്ടുള്ള കാര്യങ്ങൾ. അവിടെ നാം മനസ്സിലാക്കണം, നോമ്പ് മാനസിക തലങ്ങളിൽ അവരുടെ ഉണർവ് വർദ്ധിക്കുന്നത് കൊണ്ട് അവർക്ക് അവരുടെ നിരാശകൾക്ക് പരിഹാരമായി കാണാൻ അതിന് കഴിയും. അവരുടെ ഒറ്റപ്പെടലുകൾ ഇല്ലാതാകുന്നു, നിരാശാബോധം ഇല്ലാതാകുന്നു. അങ്ങനെ പ്രതീക്ഷയും ഉണർവും ഉണ്ടാകാൻ നോമ്പ് സഹായിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. നാലാമതായി ബയോളജിക്കൽ റീസണാണ്. അതിൽ കൃത്യമായി പഠനങ്ങൾ നമ്മെ കാണിക്കുന്നത് നോമ്പ് തലച്ചോറിലെ രാസപ്രവർത്തനങ്ങളിൽ കൃത്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. സെറോട്ടോണിൻ, ഡോപ്പമിൻ, ഗാബ
എന്നീ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അഥവാ ഹോർമോണുകളുടെ അളവ് തലച്ചോറിൽ വർദ്ധിക്കാൻ നോമ്പ് കാരണമാകും. ഡോപ്പമിൻ്റെ അളവ് വർദ്ധിക്കുന്നത് മൂഡ് ഡിസോർഡർ ഉണ്ടാകാൻ ഒരുപക്ഷെ കാരണമായേക്കാം. പക്ഷേ സാധാരണ ആളുകളിലും ഉത്കണ്ഠ വിഷാദം ഉണ്ടാകുന്ന ആളുകളിലും സെറോട്ടോണിൻ്റെ അളവും ഡോപ്പമിൻ്റെ അളവും ഗാബയുടെ അളവും വർദ്ധിക്കുന്നത് കൊണ്ട് അവരുടെ ഉത്കണ്ഠയും വിഷാദവും ഇല്ലാതാകാൻ അത് സഹായിക്കും. മാത്രമല്ല, തുടർച്ചയായി നോമ്പ് എടുക്കുമ്പോൾ ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോപിക് പെപ്റ്റൈഡ്സ് BDNPയെ ഉദ്ദീപിപ്പിക്കുന്നു, അതിൻ്റെ അളവ് വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ തലച്ചോറിലെ ഘടനാപരമായ മാറ്റങ്ങൾക്ക് BDNP സഹായിക്കുകയും ചെയ്യും. ന്യൂറോപ്ലാസ്റ്റിസിറ്റി പോലെയുള്ള തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ അത് കൂടുതൽ ഉദ്ദീപിപ്പിക്കുകയും അങ്ങനെ തലച്ചോറിൽ ഘടനാപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുമെന്ന് പഠനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇങ്ങനെയാണ് നോമ്പ് കൊണ്ട് മനുഷ്യൻ്റെ മാനസിക നിലവാരങ്ങൾക്ക് സാധാരണക്കാരിലും രോഗികളിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ഒരു പുതിയ വിഷയവുമായി നമുക്ക് കാണാം. താങ്ക് യു.